തിരൂരങ്ങാടിയിലെ 20,000 ലിറ്റർ സ്പിരിറ്റ് വേട്ടയിൽ ഒരാൾ കൂടി പിടിയിൽ. സ്പിരിറ്റ് ലോറിക്ക് എസ്കോർട്ട് പോയ തമിഴ്നാട് സ്വദേശി ഷാഹുൽ ഹമീദാണ് പിടിയിലായത്. ഇതോടെ കേസിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 4ആയി. കേസിൽ മറ്റൊരാളെ കഴിഞ്ഞയാഴ്ചയും അറസ്റ്റ് ചെയ്തിരുന്നു. തിരൂരങ്ങാടി കൊളപ്പുറത്ത് കർണാടകയിൽ നിന്ന് എറണാകുളത്തേക്ക് ലോറിയിൽ കടത്തിയ സ്പിരിറ്റ് പിടികൂടിയ കേസിലാണ് ലോറിക്ക് എസ്കോർട്ട് പോയ ആളെ താനൂർ ഡിവൈഎസ്പിയും സംഘവും അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശി കണ്ണപ്പൻ നഗർ ഷാഹുൽ ഹമീദിനെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഷൊർണൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കേസിലെ മറ്റൊരു പ്രതിയായ പാലക്കാട് ചിറ്റൂർ സ്വദേശി അബൂബക്കറിനെ അന്വേഷണ സംഘം കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. അബൂബക്കർ നിലവിൽ റിമാൻഡിലാണ്. ഷാഹുൽ ഹമീദിനെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ ആകെ എണ്ണം 4ആയി. തമിഴ്നാട് മീനാക്ഷിപുരം സ്വദേശി മൊയ്തീൻ, പൊള്ളാച്ചി സ്വദേശി അൻപഴകൻ എന്നിവരെ നേരത്തെ പിടികൂടിയിരുന്നു. ജനുവരി 22-നാണ് കേസിനാസ്പദമായ സംഭവം. 626 കന്നാസുകളിലായി 20,032 ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയിരുന്നത്. ലോറിയെ പിന്തുടരുകയായിരുന്ന പോലീസ് സംഘം കൊളപ്പുറത്ത് വെച്ച് ലോറി തടഞ്ഞ് സ്പിരിറ്റ് പിടികൂടുകയായിരുന്നു. കാനുകളിലാക്കി മാലിന്യം നിറച്ച ചാക്കുകൾ കൊണ്ടും ടാർപോളിൻ കൊണ്ടും മറച്ച് അടുക്കി വെച്ച നിലയിലായിരുന്നു സ്പിരിറ്റ്. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ്, താനൂർ ഡിവൈഎസ്പി ആയിരുന്ന പയസ് ജോർജ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. അന്വേഷണ സംഘം കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. താനൂർ ഡിവൈഎസ്പി പി പ്രമോദ്, തിരൂരങ്ങാടി സിഐ ബി പ്രദീപ് കുമാർ, എസ്ഐ പ്രമോദ്, എഎസ്ഐ കെ സലേഷ്, സിപിഒമാരായ പ്രകാശ്, പ്രബീഷ്, ബിജോയ്, അനീഷ്, അഖിൽ രാജ്, വിനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. കേരള വിഷൻ, തിരൂരങ്ങാടി.